അല്ല, എനിക്ക് അതിൽ പറയാനുള്ളത് നമ്മുടെ എൻ്റെയൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടല്ലോ, ആദ്യ കാലത്തെ ഒരു സ്റ്റേജിൽ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അന്ന് നമ്മൾ വിവേക് ഗോപന്റെ ഫ്രണ്ട്, വിവേക് ഗോപൻ നമുക്ക് വേണ്ടി വിളിച്ച് പറയുന്നു. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് വിവേക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആരെങ്കിലും ഒന്ന് വിളിച്ച് റെക്കമെൻഡ് ചെയ്യും, എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് റെക്കമെൻഡ്, അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ആക്ച്വലി വിവേക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ആക്ച്വലി ലൈഫിൽ കിട്ടാത്ത കുറേ എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കൂടെ ആരും ഇല്ലാത്ത സമയത്തൊക്കെ എന്നെ 1-2 അവാർഡ് നൈറ്റ്സിനൊക്കെ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് നൈറ്റ്, അമൃത ടിവിയുടെ ഒരു പ്രോഗ്രാം. അപ്പം നമ്മൾ ഈ സാധാരണ ഇവൻസിലൊക്കെ ആകുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഇവൻസ് അല്ലെങ്കിൽ നമുക്ക് അവിടെ വലിയ വിലയൊന്നും കാണില്ല, നമ്മളൊരു സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സംഭവമൊക്കെ ആയിരിക്കും. അപ്പോൾ വിവേകിൻ്റെ കൂടെ ചെല്ലുമ്പോൾ ഈ മറ്റേ സ്റ്റാറിൻ്റെ കൂടെയല്ലേ നമ്മൾ ചെന്നേക്കണം. അപ്പോൾ അവർ നമ്മുടെ അവിടെ ഉള്ള ചാനൽ കോർഡിനേറ്റേഴ്സ് ഒക്കെ വന്നിട്ട്, സാർ ഇരിക്കാൻ റൂം വേണോ? നമ്മൾ ഒരു റൂമിൽ വിവേക് മേക്കപ്പിന് പോകുന്ന സമയത്ത് നമ്മൾ റൂമിൽ കൊണ്ടുപോയി നിർത്തുന്നു, AC ഓണാക്കി തരുന്നു. ഞാൻ ശരിക്കും എനിക്കാണ് ഇതൊക്കെ അമൃത ടിവിയുടെ ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഒന്നും നിന്റെ കൂടെ വന്നില്ല. അപ്പൊ അവര് മറ്റേ നീ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് മറ്റേ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് കാണുമല്ലോ, ഈ മെയിൻ ആൾക്കാർ കോർഡിനേറ്റേഴ്സ്. അപ്പൊ ഇവർക്ക് വന്നു മറ്റത് വിവേക് സാറിന്റെ കൂടെ ഉള്ള ആളാണ്, വിവേക് സാറിന്റെ കൂടെ. അപ്പം മറ്റേ അതിന് വേണ്ടിയിട്ട് എനിക്ക് വന്നിട്ട് സാറിന് ചായ വേണോ, പപ്സ് വേണോ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൊത്തം ബില്ല് ഞാൻ. അപ്പൊ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ നടക്കുന്ന, ഇപ്പൊ നമ്മൾ പോകുമ്പോൾ മറ്റേ അവാർഡ് നൈറ്റ്സിലൊക്കെ നമുക്ക് മറ്റേ ഫ്രണ്ടിൽ സീറ്റ്, വിവേകിന്റെ കൂടെ സീറ്റ് തരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ എക്സ്പീരിയൻസസ് ഭയങ്കര അടിപൊളിയായിരുന്നു.